ആ കുഞ്ഞ് എന്റെ സുധിയുടെ കുഞ്ഞാ. അതായത് എന്റെ കുഞ്ഞ്. എനിക്കിപ്പോഴാ ശരിക്കും ആശ്വാസമായത്. നീ ഇത്രയും പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ നിന്റെ നല്ല മനസ്സ് കാണാൻ അമ്മയ്ക്ക് കഴിയാതെ പോകുമായിരുന്നു. അമ്മ നോക്കിക്കോ, ഞാൻ ഇന്ന് തന്നെ സത്യയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ഒരു ഡോക്ടറെ വരുത്തുന്നുണ്ട്. ഡോക്ടറോ? എന്തിനാന്നോ? അതാ ഇപ്പൊ നന്നായത്. പ്രഗ്നൻസി പീരീഡില് സത്യയുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ ഒരു സ്പെഷ്യൽ ഡോക്ടർ ഉണ്ടായിരിക്കുന്നത് നല്ലതാ. അത് ശരിയാ മോളെ. അതൊന്നും വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. അമ്മ കേട്ടില്ലേ ഈ സത്യ പറയുന്നത്? ഞാനൊരു നല്ല കാര്യം പറഞ്ഞപ്പോ അവൾ എതിർക്കുന്നത് കണ്ടില്ലേ? സുജിത പറഞ്ഞത് നല്ല കാര്യല്ലേ മോളെ? നിന്റെയും കുഞ്ഞിന്റെ ആരോഗ്യം നോക്കേണ്ടത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും കടമയല്ലേ? ഡോക്ടർ കൂടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ അതൊക്കെ ഒരുപാട് കാശ് ചെലവ് വരുന്ന കാര്യമല്ലേ? അയ്യോ, കാശിന്റെ കാര്യമൊന്നും ഓർത്ത് സത്യമോള് വിഷമിക്കണ്ട. മണിമംഗലം തറവാട്ടില് ഒരു മാസം വണ്ടിക്ക് പെട്രോൾ അടിക്കുന്ന കാശ് പോലും വരില്ല ഒരു ഡോക്ടർക്ക് കൊടുക്കാനുള്ള ശമ്പളം. ഏറിയ മാസം 1-2 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. അത്രയല്ലേ ഉള്ളൂ. നിന്റെയും കുഞ്ഞിന്റെയും പൂർണ്ണ ആരോഗ്യമാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതിനുവേണ്ടി 1 കോടി രൂപ ശമ്പളം വേണമെങ്കിലും നമ്മുടെ അച്ഛൻ കൊടുത്തോളും. പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ? പേടിയൊന്നുമില്ല. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സുനൈന. നമുക്ക് അവളെ വിളിക്കാം. അത് ഇപ്പൊ വേണ്ട, ഒരു 2 ദിവസം കൂടി കഴിയട്ടെ. അതെ, പെട്ടെന്ന് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ എപ്പോ വിളിച്ചാലും സുനൈന വരും. ഇപ്പൊ തന്നെ വിളിച്ച് അവളോട് വരാൻ പറയാം. ഇപ്പോഴാവുമ്പോ സത്യയുടെ അമ്മയും അച്ഛമ്മയും എല്ലാരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും ഡോക്ടർക്ക് നേരിട്ട് പറയുകയാവാം. ഞാൻ പോയി ഫോൺ എടുത്തിട്ട് വരാവേ. അവളുടെ ഒരു സന്തോഷം കണ്ടോ? എന്നാൽ ഈ പെണ്ണിങ്ങനെ മാറിയല്ലോ. അതങ്ങനെയാ രാധികെ. വീട്ടിലൊരു കുഞ്ഞിക്കാല് വരുമ്പോ എല്ലാവർക്കും സന്തോഷാവും. അവൾ എനിക്കിട്ട് പണി തന്നു. ഇനി രക്ഷയില്ല. അതെ, ഈ ഡോക്ടർ സുനൈന എന്ന് പറയുന്നത് സിറ്റിയിലെ സൂപ്പർ ഗൈനക്കോളജിസ്റ്റാ. എന്റെ ക്ലാസ്മേറ്റും. ഇത് നല്ലൊരു ചാൻസ് ആണ് സുജിത. അവളെ വരുത്തണം. ആദ്യം സത്യ പ്രഗ്നന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയണം. അത് തന്നെയാ ആദ്യം വേണ്ടത്. പരിശോധനയില് സത്യ പ്രഗ്നന്റ് അല്ലാന്നറിയുമ്പോ അതോടെ തീരും മുത്തശ്ശിയാവാനും മുത്തശ്ശനാവാനും കാത്തിരിക്കുന്നവരുടെ എല്ലാ സ്നേഹപ്രകടനങ്ങളും. പരിശോധനയില് സത്യ ഗർഭിണിയാണെങ്കിലോ? ഏയ്, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. എടി, അഥവാ സംഭവിച്ചാൽ
അങ്ങനെ എങ്ങാനും സംഭവിച്ച ഈ സുജിത തല മുട്ടയടിച്ച് സത്യയുടെ സെർവന്റ് ആയിട്ട് കഴിയും. ഓ വേണ്ടാത്ത ശബ്ദങ്ങളൊന്നും ചെയ്യണ്ട. എതിർഭാഗത്തുള്ളത് സത്യ. പക്ഷേ വരുന്നത് എന്റെ ഫ്രണ്ടായ ഡോക്ടർ സുനേനയാണ്. അതുകൊണ്ട് എന്ത് കാര്യം? പ്രഗ്നൻസി ടെസ്റ്റിന് സത്യ ഒരിക്കലും സമ്മതിക്കില്ല. എന്തെങ്കിലും ഒഴിവുകഴിവുകൾ പറഞ്ഞ് അവൾ രക്ഷപ്പെടാൻ ശ്രമിക്കും. ഡോക്ടർ സുനേനയാണെങ്കിൽ അങ്ങനെ രക്ഷപ്പെടാനുള്ള അവസരം സത്യക്ക് കിട്ടില്ല. അങ്ങനെ ഒരു ചാൻസ് അവള് സത്യക്ക് കൊടുക്കില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവിധ ചെക്കപ്പിനും തയ്യാറായിട്ട് വേണം ഡോക്ടറോട് വരാൻ പറയാൻ. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? അല്ല, സത്യ സ്ട്രിപ്പ് ഉപയോഗിച്ച് പ്രഗ്നന്റ് ആണെന്ന് കണ്ടെത്തിയെന്നല്ലേ പറഞ്ഞത്? അവൾ അതും അതിനപ്പുറവും പറയും. യഥാർത്ഥ ടെസ്റ്റ് നടക്കാൻ പോകുന്നതേ ഉള്ളൂ. എല്ലാവരും ഒരു നടുക്കത്തിന് തയ്യാറാവുന്നത് നന്നായിരിക്കും. അല്ല, നീ എത്രയും വേഗം ഡോക്ടറെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറ. ആ ഹലോ ഡോക്ടർ, സുജിതയാണ്. എങ്ങനെയുണ്ട് പത്മനാഭൻ? ഓ എന്തു പറയാനാ, ഡിസ്ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളാണെന്ന് നേഴ്സ് പറഞ്ഞല്ലോ. എന്താ പ്രശ്നം? അത് പിന്നെ ഇപ്പൊ വലിയ വേദനയൊന്നുമില്ല, മുറിവ് ഉണങ്ങി തുടങ്ങി. നാട്ടുവൈദ്യം കൈകാര്യം ചെയ്ത് ശീലമുണ്ടോ പത്മനാഭന്? അതോ MBBS ആണോ? അയ്യോ അങ്ങനെയൊന്നുമില്ല. എന്താടോ ഈ പത്മനാഭൻ നിങ്ങളുടെ നാട്ടിലെ ഡോക്ടറാണോ? പണിയൊക്കെ ചോദിച്ചാ ആകെ പ്രശ്നമാവും ഡോക്ടറെ. അതെന്താ? പ്രത്യേകിച്ച് ഒരു പണിയില്ല. ഒന്ന് പോരാടുന്നു. അതെ, രോഗിയല്ല ഡിസ്ചാർജ് തീരുമാനിക്കേണ്ടത്, ഡോക്ടറാ അല്ലേ? അതെ, പക്ഷെ ഒന്നുമില്ലാതെ ഇങ്ങനെ കിടക്കുമ്പോ. ആണോ? എന്നാ ഒന്ന് നോക്കട്ടെ. ഓ അയ്യോ ഡോക്ടറെ, വേദനിക്കുന്നു. അപ്പൊ വേദന മാറിന്ന് പറഞ്ഞിട്ട്? അത് പിന്നെ നാളെ മറ്റന്നാളോ ഡിസ്ചാർജ് എഴുതാം. കൃത്യമായി മരുന്ന് കഴിച്ച് അടങ്ങി ഒതുങ്ങി കിടന്ന മാത്രം. ശരി ഡോക്ടറെ. ശരി. വല്ല കാര്യം ഉണ്ടായിരുന്നോ? കുത്തു കിട്ടി കട്ടിലേ കിടന്നാലും മര്യാദയ്ക്ക് കിടക്കാൻ വയ്യേ? ഒറ്റ ചവിട്ട്. ചിരിക്കടാ. വേദനിച്ചോ? പോടാടുന്നു. അയ്യോ അളിയാ, നീ എന്താ ഇവിടെ ഇരിക്കണേ? ഒന്ന് ഫോൺ ചെയ്ത് ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. എത്ര തവണ നിന്നെ വിളിച്ചു ഞാൻ? ഇന്നലെ അപ്പച്ചിയുടെ മോളുടെ മാമോദിസയായിരുന്നു. രാത്രി വെള്ളം ഒടിച്ച് ബോധം പോയി. ഫോൺ ചിക്കൻ കറി വീണപ്പോ അറിയാതെ മിനറൽ വാട്ടർ കൊണ്ടൊന്ന് കഴുകി. ഇപ്പൊ കമാന്നൊരക്ഷര ഫോണിൽ നിന്ന് കേൾക്കില്ല. എടാ, നിന്റെ കോമഡി കേൾക്കാനല്ല ഞാൻ വന്നത്. എന്താണ് ഇത്ര അർജന്റ്? എന്നെ ഒന്ന് രക്ഷിക്കണം. ഞാനേ ഇവിടെ രക്ഷപ്പെട്ടില്ല. നീയാണെങ്കിൽ എന്നേ രക്ഷപ്പെടുകയും ചെയ്തു. എന്നോട് നീ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ ഞാൻ എങ്ങനെ നിന്നെ രക്ഷിക്കും? നീ എന്നെ രക്ഷിക്കണം. എടാ, ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നേ. ഞാനും സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞത്. എന്താടാ പ്രശ്നം? ഞാൻ ആകെ നാണക്കെടിപ്പെട്ടിരിക്കുക. അഭിജിത്ത് വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? പ്രശ്നം അഭിജിത്തല്ല, പിന്നെ സത്യ. സത്യയോ? അതെ. അവള് കാരണം മാനം രക്ഷപ്പെട്ടു. സത്യ ഇല്ലായിരുന്നെങ്കിൽ ജീവിതം തകർന്നേനെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അവള് തന്നെ നിനക്ക് പ്രശ്നമായി. ഇതങ്ങനെയുള്ള പ്രശ്നമല്ല. പിന്നെ വീട്ടിലാകെ ബഹളമാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ അളിയാ? ബഹളം എന്ന് വെച്ചാ സന്തോഷത്തിന്റെ ബഹളം. ഇത്രയ്ക്ക് സന്തോഷിക്കാൻ വേണ്ടി അവിടെ എന്തുണ്ടായി? സത്യ പ്രഗ്നന്റ് ആയോ? അതെ. ആ എടേ, അവളെ ഭാര്യയായിട്ട് കാണാൻ പറ്റൂല, ഫ്രണ്ടാണ്. ആണും പെണ്ണും ഒരുമിച്ച് കിടന്നെന്ന് കരുതി ആകാശം ഇടിഞ്ഞു വീഴൂലെന്ന് മതപ്രസവമൊക്കെ നടത്തിയിട്ട് നീ ആള് കൊല്ലല്ല. നിനക്ക് അങ്ങനെ തന്നെ വേണോടാ. എടാ, നീ വിചാരിക്കുന്ന പോലെ നീ എന്നോട് ഇനി ഒന്നും പറയണ്ട. എനിക്കെല്ലാം മനസ്സിലായി. അയ്യേ, വൃത്തികെട്ടവൻ, നാണം കെട്ടവൻ. അയ്യേ. എടാ,
നിനക്ക് എന്ത് മനസ്സിലായിരുന്നു? വീട്ടുകാരറിയാതെ സത്യയുടെ ഗർഭം അലസിപ്പിക്കണം. അതിന് ഞാൻ നിന്നെ സഹായിക്കണം. അത്രയും വൃത്തികെട്ട പരിപാടിക്കല്ലാതെ നീ എന്നോട് സഹായം ചോദിക്കില്ലല്ലോ. തൽക്കാലം എന്നെ കൊണ്ട് ആ പാപം ചെയ്യിക്കരുത്. കർത്താവാണ്, കുരിശി തറച്ചാലും ഞാൻ അതിന് കൂട്ടേക്കില്ല. മമ്മിയാ ചക്കവട്ടിക്കൊണ്ടിരിക്കുക, ഞാൻ പോവുക. ഇവനെന്താ തിരിച്ചു വിളിക്കാത്ത? അപ്പൊ എന്തോ സീരിയസ് കേസാണ്. എടാ, സത്യ പ്രസവിക്കട്ടെ, അതോടെ നീ ഒരു അച്ഛനാവും. നിനക്കൊരു കുഞ്ഞ്. നീയും സത്യം കൂടെ അതിനെ താലോലിച്ച് തൊട്ടില്ല കാട്ടി. ഓ, എന്ത് രസമായിരിക്കും. ഇടയ്ക്കിടെ ക്ലീറ്റസുകളും വരും. അവനെ ഉണ്ണി വാവോ പൊന്നുണ്ണി. എടേ, പാട്ട് വേണ്ടെങ്കിൽ വേണ്ട, കഥകൾ പറഞ്ഞു കൊടുക്കാലോ. അവന് ചെറുക്കനായിരിക്കും. നിന്റെ അച്ഛന്റെ പേര് ചന്ദ്രദാസ്. ചന്ദ്രു എന്ന് വിളിക്കാം. നീയോ എനിക്കൊരു കമ്പനി അറിഞ്ഞില്ല. നിന്റെ മോൻ ജനിച്ച് വളർന്ന് വലുതായിട്ട് വേണം ഞങ്ങൾക്കൊന്ന് അടിച്ച് പൊളിക്കാൻ. എടാ, എനിക്ക് മകനും മകളും ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്താ നീ എന്നെ കളയാൻ തന്നെ തീരുമാനിച്ചു? എടാ, അതിന് സത്യ ഗർഭിണിയൊന്നും അല്ല. ഒറ്റ കീറ് വെച്ചെന്നുണ്ടല്ലോ. നീ കുറച്ചു മുമ്പല്ലടാ എന്നോട് പറഞ്ഞത് സത്യ ഗർഭിണിയാണെന്ന്. അത് മുഴുവൻ പറയാൻ നീ സമ്മതിച്ചില്ലല്ലോ. എന്നാ പിന്നെ മുഴുവൻ പറ, കേക്കട്ടെ. പ്രഗ്നന്റ് ആണെന്ന് സത്യ വീട്ടിൽ കളവ് പറഞ്ഞതാ. ഈശോയെ, പ്രഗ്നന്റ് ആണെന്ന് ഏതെങ്കിലും ഒരു പെണ്ണ് കളവ് പറയോ? സത്യ പറയും. കാരണം അവള് പെണ്ണല്ലല്ലോ. എടാ, സുജിതേച്ചി ഒന്ന് കുരങ്ങ് കളിപ്പിക്കാൻ വേണ്ടി സത്യ വെറുതെ പ്രഗ്നന്റ് ആണെന്ന് അഭിനയിച്ചു. വീട്ടുകാരാകെ ഇപ്പോ സത്യ ഗർഭിണിയാണെന്ന ധാരണയിൽ സന്തോഷത്തിലാ. അച്ഛനും അമ്മയും എല്ലാവരും അത് നേരാണെന്ന് വിചാരിച്ച് ആഘോഷമാക്കിയിരിക്കുക. സത്യയുടെ വീട്ടുകാരും എത്തിയിട്ടുണ്ട്. ചതിച്ചോ? ഇനി എന്ത് ചെയ്യും? എടാ, നിന്റെ കയ്യിൽ എന്തെങ്കിലും കുരുട്ടുവിദ്യ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതാ. ഇത് കുരുട്ട് ബുദ്ധിയിൽ ഒതുങ്ങൂലളിയാ. ലോകം മുഴുവൻ അറിയാൻ പോകുന്ന ഒരു വലിയ സത്യമായി വളരാൻ ഇനി മാസങ്ങൾ മാത്രം മതി. അമ്മയാ അതെന്നോടെന്തിനാ പറയുന്നത്? ഫോണെടുക്കും. ഹലോ അമ്മേ. നീ ഇത് അതിനിടയിൽ എവിടേക്ക് ഓടിപ്പോയത്? എന്താ അമ്മേ? ഒന്ന് വേഗം വാ. നിന്റെ ഉത്തരവാദിത്വം ഇല്ലാത്ത കളിയൊന്നും ഇനി പറ്റില്ല. ഞാനിപ്പോഴെന്തിനാ അവിടേക്ക് വരുന്നത്? അതൊക്കെ ഉണ്ട്, നീ വേഗം വാ. ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോവാ. സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തിനേക്കാൾ വലിയ അത്യാവശ്യമൊന്നും അല്ലല്ലോ. കുഞ്ഞോ? അതെ, സത്യയെ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ എത്തിയിട്ടുണ്ട്. ചെക്കപ്പോ? അതെ. അയ്യോ, അതൊന്നും വേണ്ട. വേണ്ടത് പിന്നെ? ഞാൻ സമ്മതിക്കില്ല. ഈ ചെക്കന്റെ ഒരു പേടി. എടാ, ചെക്കപ്പ് ചെയ്തു എന്ന് കരുതി നിന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. കൂടുതൽ കരുതലും ട്രീറ്റ്മെന്റും മറ്റും സത്യക്ക് ആവശ്യമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാ ഡോക്ടർ ചെക്കപ്പ് ചെയ്യുന്നത്. ദേ, നീ ഒന്ന് വേഗം വാ. ഡോക്ടർക്ക് ചിലതെല്ലാം നിന്നോട് ചോദിക്കാനുണ്ടാവും. ഞാൻ വരാം. ശരി. എന്താ? എടാ, സത്യ ചെക്കപ്പ് ചെയ്യാൻ ഡോക്ടർ വന്നിട്ടുണ്ടെന്ന്. ഭർത്താവേ, അയ്യോ, എല്ലാം അതോടെ പൊളിയില്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി ഒന്നും ചെയ്യാനില്ല. 12 മണിക്കൂർ ട്രെയിനുണ്ട്. അതിന്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നതാ നല്ലത്. എടാ, നീ ഒന്ന് എന്റെ കൂടെ വാ. എന്തിനു ചാവാനാ? അയ്യോ, എന്നെ കിട്ടൂല. എനിക്ക് നാളെ ശമ്പളം കിട്ടുന്ന ദിവസമാ. എടാ, നീ ഒന്ന് എന്റെ കൂടെ വീട്ടിലേക്ക് വാ. വീട്ടിലേക്കോ? ചത്താലും ഞാൻ വരില്ല. എടാ പ്ലീസ്, എനിക്കൊരു ധൈര്യത്തിനാ. അപ്പൊ എന്റെ ധൈര്യത്തിന് ആരെ വിളിക്കും? എടാ, ഇത്തരം സന്ദർഭങ്ങളിലാണ് ഒരു നല്ല ഫ്രണ്ടിന്റെ ഹെൽപ്പ് ഉണ്ടാവേണ്ടത്. ഇല്ലാത്ത ഗർഭം ഉണ്ടെന്ന് പറഞ്ഞ് പരസ്യപ്പെടുത്തിയപ്പോ ഈ ഫ്രണ്ടിന്റെ ഹെൽപ്പ് വേണ്ടിയിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ പ്രഗ്നൻസി പീരീഡ് നീയും നിന്റെ ഫ്രണ്ട് ഭാര്യയും കൂടെ അഡ്ജസ്റ്റ് ചെയ്യും. ഗർഭം, എന്റെ ഗർഭം ഇങ്ങനെ അല്ലേ?
എന്റെ ബൈജേട്ടാ, ഈ സമയത്ത് സുധിയും കൂടി ഇവിടെ വേണമായിരുന്നു. അല്ല അവനോടെ പോയി? ആ ആർക്കറിയാം. ദേ, ഇപ്പൊ പരിശോധന തുടങ്ങി കാണുമല്ലേ? ഒരു 5-10 മിനിറ്റിനുള്ളില് റിസൾട്ട് പുറത്തു വരും. ആ റിസൾട്ട് അറിയുമ്പോഴേ ചിലപ്പോ ഇവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടായെന്ന് വരും. അതെ, നീ കാര്യങ്ങൾ ഡോക്ടറോട് വേണ്ട വിധം പറഞ്ഞിട്ടില്ലേ? ഇതിന് നമ്മുടെ പ്രത്യേകം പറച്ചിലൊന്നും ആവശ്യമില്ല. സത്യയുടെ കള്ളത്തരം വെളിച്ചത്ത് കൊണ്ടുവരണം. അത് ഈ ടെസ്റ്റ് റിസൾട്ട് വരുമ്പോ വരികയും ചെയ്യും. അവളെ ലാളിച്ചവര് തന്നെ അവളെ പഴിക്കുന്ന കാഴ്ച കാണാൻ ഇനി അധിക സമയം വേണ്ടി വരില്ല. ദൈവമായിട്ട് എത്തിച്ചേർന്നൊരു അവസരമായത്. സുജിതയെ കുരങ്ങ് കളിപ്പിക്കാൻ ചെയ്ത വേല അവളെ പട്ടിയാക്കി മാറ്റും. പുഴുത്ത പട്ടി. നീ ഒന്ന് പോയി നോക്ക്, പരിശോധന കഴിഞ്ഞോന്ന്. എന്റെ ബൈജുവേട്ടാ, തിടുക്കം കൂട്ടല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഏറിയാലൊരു 5 മിനിറ്റ്. അതുവരെ ഒന്ന് ക്ഷമിക്ക്. അപ്പോഴേക്കും സത്യയ്ക്ക് വേണ്ടപ്പെട്ടവരെല്ലാം അവിടെ എത്തുകയും ചെയ്യും. അവരുടെ മുമ്പില് ഇല്ലാത്ത ഗർഭം നടിച്ചതിന്റെ പേരില് അപമാനിതയാവുന്ന സത്യയെ എനിക്കൊന്ന് കാണണം. അച്ഛനിത് എവിടെയാ? അതെ, ഡോക്ടർ വന്ന് സത്യയെ നോക്കിക്കൊണ്ടിരിക്കുക. മധുരപലഹാരങ്ങളൊക്കെ വാങ്ങി പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ശരി. വിമല എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? അതെ അതെ, നിന്റെ നടത്തം കണ്ട സത്യ ഏതാണ്ട് പ്രസവമുറി കയറ്റിയതുപോലെയാണല്ലോ. ലേബർ റൂമിൽ കയറ്റിയതാണെങ്കിൽ ഇത്രയും ടെൻഷൻ ഉണ്ടാവില്ലായിരുന്നു, അല്ലേ സത്യയുടെ അമ്മേ? ഫാൻ ഇട്ടിട്ടുണ്ടല്ലോ, എന്നിട്ടും എന്താ ഇങ്ങനെ വിയർക്കുന്നേ? അത് പിന്നെ അത് ഒന്നുമില്ല മോളെ, നിനക്ക് ബിപിയുടെ പ്രശ്നമൊന്നും തോന്നുന്നില്ലല്ലോ? ഉണ്ടെങ്കിൽ ഗുളിക എടുത്ത് കഴിക്കണം. ഏയ്, അങ്ങനെയൊന്നുമില്ല. സത്യയുടെ അമ്മയ്ക്ക് മാത്രമല്ല, പലർക്കും കുറച്ചു കഴിഞ്ഞാൽ BP കൂടാനുള്ള സാധ്യതയുണ്ട്. നീ എന്തൊക്കെയാ പറയുന്നേ? അല്ലമ്മേ, എനിക്കും BP കൂടുന്നുണ്ടോന്നൊരു സംശയമുണ്ട്. ഈശ്വര, സത്യക്ക് കുഴപ്പമൊന്നും ഉണ്ടാവരുതേ. സുധിയെ കാണുന്നില്ലല്ലോ. അവനിത് എവിടേക്ക് ഇതിനിടയിൽ ഓടിപ്പോയത്? അമ്മേ, ഡോക്ടർ വന്ന കാര്യം സുധിയോട് പറഞ്ഞായിരുന്നോ? ഉവ്വ്, പറഞ്ഞിട്ടുണ്ട്. ഹാ, എന്നാ പിന്നെ സുധി ആ വഴിക്ക് എവിടേക്കെങ്കിലും മുങ്ങിയിട്ടുണ്ടാവും. അതെന്തിനാ? ഭാര്യയുടെ ഗർഭപരിശോധന താങ്ങാനുള്ള മനക്കെട്ടിയൊന്നും സുധിക്കില്ല. അത് തന്നെ. സുധി വരും, വരാൻ എന്നോട് പറഞ്ഞതാ. ഈ കാര്യത്തിൽ എല്ലാ ആണുങ്ങളും ഒരുപോലെ. ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞ അവർക്ക് പിന്നെ പേടിയായി, വെപ്രാളമായി. സുധിക്ക് നല്ല പേടിയുണ്ടാവും, പ്രത്യേകിച്ചും ഡോക്ടർ പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ടെന്നറിഞ്ഞ സ്ഥിതിക്ക്. ദേ വന്നല്ലോ. അച്ഛനാകാൻ പോകുന്ന ആളാ ആരോടും പറയാതെ പുറത്തേക്ക് പോയത്. എന്തിനാ ഡോക്ടർ വന്നത്? അവരോട് ആരാ വരാൻ പറഞ്ഞത്? അവര് വന്നതിപ്പം വലിയ കുറ്റമായോ?
ആരോട് ചോദിച്ചിട്ടാ ഡോക്ടറോട് ഇവിടെ വരാൻ പറഞ്ഞത്? എടാ ആരോടും ചോദിച്ചില്ല. എന്റെ അനിയന്റെ ഭാര്യയ്ക്കും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനും ഒരാപത്തും വരാൻ പാടില്ല. ആ കാര്യം എനിക്ക് നിർബന്ധം. അതുകൊണ്ടാ ഞാൻ ഡോക്ടറോട് വരാൻ പറഞ്ഞേ. ഡോക്ടർ സത്യയെ പരിശോധിച്ചുകൊണ്ടിരിക്കുക. എന്ത് പരിശോധന? ശമ്പളം കൊടുത്തൊരു ഡോക്ടറെ നിർത്തുമ്പോ ആദ്യം സത്യ ഗർഭിണിയാണോന്ന് ഉറപ്പുവരുത്തണ്ടേ? അതിനുള്ള ടെസ്റ്റ് എല്ലാം ഞങ്ങൾ ചെയ്തു പറഞ്ഞില്ലേ? ഓ, സ്ട്രിപ്പ്. പ്രഗ്നന്റ് ആണോന്നറിയാൻ നമ്മൾ സ്വയം നടത്തുന്ന ടെസ്റ്റ്. എടാ അതിലൊന്നും വലിയ കാര്യമില്ല. ഡോക്ടർ സുനേന എല്ലാ ഉപകരണങ്ങളും കൊണ്ടാ വന്നിട്ടുള്ളത്. എല്ലാവിധ പ്രഗ്നൻസി ടെസ്റ്റുകളും ഈ റൂമിൽ അവള് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെയോ? ആ മോനെ ഇതെവിടേക്കാ? എനിക്കിപ്പോ സത്യം കാണണം. അതൊന്നും ശരിയാവില്ല മോനെ. പരിശോധന കഴിഞ്ഞാലുടൻ അവൾ പുറത്തേക്ക് വരും. നിനക്ക് ഇപ്പോഴൊരു പക്വത വന്നിട്ടില്ലല്ലോ സുധി. ഇനിയെങ്കിലും കുറച്ച് ഉത്തരവാദിത്വത്തോടെ പക്വതയോടെ പെരുമാറണം. 5-8 മാസം കഴിഞ്ഞ് ഒരു കുഞ്ഞിന്റെ അച്ഛനാവാൻ പോകുന്ന ആളാ. ഹാ, 5-8 മാസം കഴിഞ്ഞാ കുഞ്ഞിന്റെ അച്ഛനാവോ ഇല്ലയോന്നൊക്കെ ആ ഡോക്ടർ പുറത്തേക്ക് വരുമ്പോ അറിയാം. എന്തായി ഡോക്ടർ, എല്ലാം ഓക്കെ അല്ലേ? സോറി, എന്താ ഡോക്ടർ? സത്യ പ്രഗ്നന്റ് അല്ല. എന്താ ഡോക്ടർ? സത്യ പ്രഗ്നന്റ് അല്ല. അപ്പോ ടെസ്റ്റ് ചെയ്തപ്പോ ഗർഭിണിയാണെന്ന് തെളിഞ്ഞതോ? അതാ എനിക്ക് മനസ്സിലാകാത്തത്. അതിലെങ്ങനെ റിസൾട്ട് പോസിറ്റീവ് ആയത്? ഒരു മിനിറ്റ്.
നോക്കുന്നേ? നിന്റെ മനം പുരട്ടലും ഛർദിലും കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. നിന്റെ ഓവർ ആക്ടിങ് കണ്ട് അതിൽ വീണ് പോയിട്ടുണ്ടാവും ഇവിടെ പലരും. നിന്റേതില്ലാത്ത ഗർഭമാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാ ഞാൻ ഡോക്ടറെ വിളിച്ചു വരുത്തി പരിശോധിപ്പിച്ചത്. സുജിത പറഞ്ഞ ഇവിടെ ആരും വിശ്വസിക്കില്ലല്ലോ. തെളിവ് സഹിത എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ വേണ്ടിയാ ഞാൻ ഡോക്ടറെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. ആരെ മോഹിപ്പിക്കാൻ വേണ്ടിയാടി നീ ഇല്ലാത്ത ഗർഭം ഉണ്ടെന്ന് പറഞ്ഞത്? അത് ടെസ്റ്റ് റിസൾട്ട് തെറ്റിപ്പോയതിന് സത്യം എന്ത് പഴിച്ചു? റിസൾട്ട് തെറ്റില്ല, അത് ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? അപ്പൊ പിന്നെ എന്തായിരിക്കും സംഭവിച്ചത്? സംഭവിച്ചത് മറ്റൊന്നുമല്ല, പ്രഗ്നന്റ് ആണെന്ന് സത്യവതിയായ സത്യ കളവ് പറഞ്ഞു, അത്ര തന്നെ. ഏയ്, അവള് കളവ് പറഞ്ഞതൊന്നും ആയിരിക്കില്ല. അതെ മോളെ, ഇതൊക്കെ സാധാരണമല്ലേ. ചിലപ്പോ ഗർഭമുണ്ടെന്ന് പറയും, പരിശോധനാ ഫലം വരുമ്പോ ഇല്ലെന്നാവും. ഇല്ല എന്നുള്ളത് ചിലപ്പോ ഉണ്ടെന്നോ ആവാറുണ്ട്. അതിന് ഇത്രമാത്രം വഴക്കുണ്ടാക്കേണ്ട കാര്യമുണ്ടോ? കാര്യമുണ്ട്. അച്ഛന്റെ അമ്മയുടെ സ്നേഹം പിടിച്ചു പറ്റാൻ ഇവള് നടത്തിയ കള്ളത്തരങ്ങളാണെല്ലാം. എന്തായാലും ഇല്ലാത്ത ഗർഭം ഉണ്ടെന്ന് പറഞ്ഞു വരുത്തിയ നിനക്കൊന്നും ഒരു കാലത്തും ദൈവം ഒരു കുഞ്ഞിനെ തരാൻ പോകുന്നില്ല. നിങ്ങൾ പറഞ്ഞില്ലേ സുജിതയോട് കാത്തിരിക്കാൻ?